ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അഗൈൻ യു കെ എജു പ്ലസ്. എല്ലാവർക്കും യു കെ എജു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10th സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഓണം എക്സാമിന് വരാവുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അപ്പോൾ എല്ലാവർക്കും യു കെ എജു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം 1 മാർക്കിന് ചോദിക്കാവുന്ന 5 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഹെൽഡ്? ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന ഇയർ നമുക്കറിയാം. ആൻസർ 1789. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഫസ്റ്റ് എസ്റ്റേറ്റ് ഇൻ ഫ്രാൻസ്? ഫ്രാൻസിലെ ഫസ്റ്റ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? ആൻസർ ക്ലെർജി, അതായത് പുരോഹിതന്മാർ. തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഡിക്ലെയർഡ് ദാറ്റ് ഐ ആം ദി സ്റ്റേറ്റ്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആര്? ആൻസർ ലൂയി 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി റൂളർ ഓഫ് ഫ്രാൻസ് വെൻ ദി ഫ്രഞ്ച് റെവല്യൂഷൻ ഹെൽഡ്? ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന സമയത്ത് ആരായിരുന്നു ഭരണാധികാരി? ആൻസർ ലൂയി 16. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹു സെഡ് ദാറ്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ റൂസോ. അപ്പോൾ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് 2 മാർക്കിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ സ്ലോഗൻ ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദി മിഡിൽ ക്ലാസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ മിഡിൽ ക്ലാസ്, അതായത് തേർഡ് എസ്റ്റേറ്റ്, ആ തേർഡ് എസ്റ്റേറ്റിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചത്. ആ തേർഡ് എസ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം ആൻസർ. ആ തേർഡ് എസ്റ്റേറ്റിൽ വരുന്നത്, മിഡിൽ ക്ലാസ്സിൽ വരുന്നത് വർക്കേഴ്സ് ഉണ്ട്, പിന്നെ പെസൻസ്, പിന്നെ അവർ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പോവർട്ടി, ദെൻ ഒബ്ലിഗേറ്റ് ടു പേ ടാക്സസ്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു, ദെൻ നോ സ്റ്റാറ്റസ് ഓർ പവർ, അവർക്ക് സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസും അതുപോലെ അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ദി സെപ്റ്റംബർ മസാക്കർ? സെപ്റ്റംബർ കൂട്ടക്കൊല എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ആൻസർ, ദ സെപ്റ്റംബർ മസാക്കർ were a series of killings and summary execution of prisoners in Paris that occurred in 1792 from 2nd September to 6 during the French Revolution. അതായത് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 1792 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 6 വരെ പാരീസിലെ തടവുകാരുടെ കൊലപാതകങ്ങളുടെയും വധശിക്ഷകളുടെയും ഒരു പരമ്പരയായിരുന്നു സെപ്റ്റംബർ കൂട്ടക്കൊല. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ കൂട്ടക്കൊല നടന്ന വർഷം 1792, സെപ്റ്റംബർ 2 മുതൽ 6 വരെയായിരുന്നു. ആ സമയത്ത് പാരീസിലെ തടവുകാരുടെ കൊലപാതകങ്ങളുടെയും വധശിക്ഷകളുടെയും ഒരു പരമ്പരയായിരുന്നു സെപ്റ്റംബർ കൂട്ടക്കൊല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവാലുവേറ്റ് ദ റിസൾട്ട് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റിസൾട്ടാണ് ചോദിച്ചത്. ഇവാലുവേറ്റ് ദ റിസൾട്ട് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. പോയിൻറ്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്, ഓരോ പോയിൻറ്റ്സും. ഫസ്റ്റ് പോയിൻ്റ്, ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി. നെക്സ്റ്റ്, എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ഇൻ ഫ്രാൻസ്, ഫ്രാൻസിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചു. ദെൻ
ലെഡ് ടു എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായി. ദെൻ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവർണിറ്റി, ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം ഡെവലപ്പായി. ദെൻ പ്രൊക്ലൈംഡ് നാഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദി പീപ്പിൾ, അതായത് പ്രഖ്യാപിത രാഷ്ട്രം വെറും ഒരു പ്രദേശമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളാണ്. ദെൻ സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഐഡിയാസ് വേൾഡ് ആകെ സ്പ്രെഡ് ചെയ്തു. ദെൻ സ്റ്റിമുലേറ്റഡ് ലേറ്റർ റെവല്യൂഷൻ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. 6 മാർക്കിന് ചോദിക്കാവുന്ന എസ്സേ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം, ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം ഫ്രാൻസിൽ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റാണ് നിലവിലുണ്ടായിരുന്നത്: ക്ലെർജി, നോബിൾസ്, കോമൺസ്. അപ്പോൾ ഈ 3 എസ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകൾ, ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ക്ലെർജി, ഇവരുടെ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ പറയാം. ക്ലെർജി ഇവർ പവർഫുള്ളായിരുന്നു, വെൽത്തി ആയിരുന്നു. ദെൻ ഓണേഴ്സ് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്, ധാരാളം ഭൂസ്വത്ത് ഇവരുടെ കൈവശമുണ്ടായിരുന്നു. ദെൻ എക്സെപ്റ്റഡ് ഫ്രം ടാക്സസ്, എല്ലാ നികുതികളിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു. ദെൻ ലെവിയഡ് ടാക്സ് ഓൺ പെസൻസ്, ഇവർ കർഷകർക്ക് മേൽ നികുതി ചുമത്തിയിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ്, ഇവരുടെ അവകാശങ്ങളും അധികാരങ്ങളും. ദെൻ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ഗവൺമെൻറ്റ്സ് ആൻഡ് ആർമി, ഗവൺമെൻറ് പൊസിഷൻ അതുപോലെ ആർമിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരായിരുന്നു അതിൽ ഹയസ്റ്റ് പൊസിഷൻ, ഇവരാണ് അറ്റൈൻ ചെയ്തത്. ദെൻ ലാൻഡ് ഓണേഴ്സ്, ധാരാളം ഭൂസ്വത്വം ഇവർക്കുണ്ടായിരുന്നു. ദെൻ ലക്ഷറീസ് ലൈഫ്, ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചത്. ദെൻ കളക്റ്റഡ് ടാക്സ് ഫ്രം ദി പീപ്പിൾ, ജനങ്ങളിൽ നിന്ന് ഇവർ ധാരാളം നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ തേർഡ് എസ്റ്റേറ്റ് കോമൺസ്, ഇവരുടെ ഫീച്ചേഴ്സ് മിഡിൽ ക്ലാസ് ആയിരുന്നു. ദെൻ വർക്കേഴ്സ് ആൻഡ് പെസൻസ് വരുന്നു. ദെൻ ഇവർ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂ പോവർട്ടി ആയിരുന്നു. ദെൻ കമ്പൽസറി ആൻഡ് അൺപെയ്ഡ് സർവീസസ്, ഇവർ ആദ്യത്തെ 2 എസ്റ്റേറ്റിന് നിർബന്ധമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു, ഫ്രീ ആയിട്ട്. ദെൻ ഒബ്ലിഗേറ്റ് ടു പേ ടാക്സസ്, ഇവർ നിർബന്ധിതമായിട്ട് ഗവൺമെൻറ്റിലേക്ക് നികുതി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോവേണ്ടതാണ്. അപ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഓണം പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, അതുപോലെ 4 മാർക്കിൻ്റെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചാനലിലേക്ക് ഒന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.